Today's lunch, carrot പുട്ട് ആൻഡ് ഫിഷ് മോലി. അപ്പോൾ ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് അരിപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ക്യാരറ്റ് പുട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു ഫിഷ് മോലി ഉണ്ടാക്കാം. അതിനാവശ്യമുള്ളത് ഒരു ഉള്ളി, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് സ്പൈസസും. അത് ഞാനിവിടെ ബേ ലീവ്സും കരാമ്പട്ടിയും കാർഡമണ്ണും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ഫിഷ് മോലിക്ക് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് വളരെ ചെറിയ ആവോലിയാണ്, അപ്പം അതാണ് ഉപയോഗിക്കുന്നത്. മാരിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടി, ചുവന്ന മുളക് പൊടി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഉപ്പും, ഇത് മൂന്നും വെച്ച് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് ആഗോലി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അധികം ആകാൻ പാടില്ല, കഴിയാൻ പാടില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊന്നായാൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കാം. കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ അവിടെ അവസാനത്തേക്ക് വെക്കാം. കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തു. അതൊന്ന് തിള വന്ന ശേഷം നമുക്ക് ഫിഷ് ചേർക്കാം. കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫിഷ് മോലി റെഡി ആയി കഴിഞ്ഞു.